ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയം 3-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഭവദ്ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. സന്ധി വിച്ഛേദം നോക്കാം. ഭവത് ഭക്തി സ്മിതാ ഭവതു മമ സാ ഏവ പ്രശമയേത് അശേഷ ക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈഗമവചഃ ഭവേത് മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായം അഖിലം. പദച്ഛേദം നോക്കാം. ഭവത് ഭക്തിഃ അശേഷ ക്ലേശ ഔഘം സന്ദേഹ കണിക നൈഗമ വചഃ രഥ്യാ പുരുഷ വചന പ്രായം. ഈ ശ്ലോകത്തില് കഴിഞ്ഞ ശ്ലോകത്തില് നാരദ മഹർഷിമാരുടെ ഉദാഹരണമൊക്കെ പറഞ്ഞു. നാരദാദികൾക്ക് എന്ന പോലെ തനിക്കും അത്യുത്തമമായ ഭക്തി വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മമ ഭവത് ഭക്തി സ്മിതാ ഭവതു. പ്രാർത്ഥിക്കുകയാണ്, ഹേ ഗുരുവായൂരപ്പ, എനിക്ക് ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരേണമേ. സായേവ, ആ ഭക്തി കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഭട്ടേരി? മമ അശേഷ ക്ലേശൗഘം പ്രശമയേത്. അശേഷ ക്ലേശൗഘം, എൻ്റെ ക്ലേശ സമൂഹങ്ങളെല്ലാം നശിച്ചു പോകും. ഈ കാര്യത്തില് അത്ര മമ, ഈ കാര്യത്തില് ഹൃദി സന്ദേഹകണിക ന ഖലു, എൻ്റെ ഹൃദയത്തിൽ സംശയത്തിന്റെ കണിക പോലും ഇല്ല. ശ്രീ ഗുരുവായൂരപ്പൻ ചോദിച്ചു ഭട്ടേരിയോട്, അതെന്താ ഭട്ടേരിക്ക് അല്പം പോലും സംശയമില്ലാത്തത്? നോ ചെയ്ത്, അങ്ങനെയല്ലെങ്കിൽ ഭഗവാനെ വ്യാസസ്യ ഉക്തിഃ, ഭക്തിക്ക് വ്യാസഭഗവാൻ എല്ലാ ഫലങ്ങളെയും നൽകുവാനുമുള്ള ഫലമുണ്ട് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത്രയും എല്ലാ പുരാണങ്ങളിലും വ്യാസ ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഇവനിൽ ഭക്തിയോടുകൂടി നാമം ജപിക്കൂ, എല്ലാ ദുഃഖങ്ങളും തീരും, എല്ലാ പാപങ്ങളും തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യതേ ക്വചിത്ത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാർക്ക് അമംഗളം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യാസ ഭഗവാന്റെ വാക്ക് തവ വചനം, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹേ കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭഗവത്ഗീതയിൽ നാം ഇതൊക്കെ പഠിക്കും കേട്ടോ. ഹേ അർജുന, ഉറപ്പിച്ചുകൊള്ളൂ, എന്റെ ഭക്തൻ നശിച്ചു പോകില്ല. മറ്റൊരു ചിന്തയില്ലാണ്ടേ എന്നിൽ തന്നെ എല്ലാ കർമ്മങ്ങളും അർപ്പിച്ചു ചെയ്യുന്ന അവന്റെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിച്ചുകൊള്ളും എന്ന് പാടിയിട്ടില്ലേ അങ്ങ്? ഇനി
നൈഗമവചഃ ച അഖിലം. വേദസംബന്ധിയായ മറ്റു വാക്കുകള് ഏകോ ദേവ, ആ കേശവന് സാധ്യമല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകള് ഇതെല്ലാം രഥ്യാപുരുഷവചനപ്രായം. അഖിലം ഇതെല്ലാം തന്നെ രഥ്യാപുരുഷവചനം. അതായത് ഈ തെരുവീഥികളിലൂടെ ബുദ്ധിയില്ലാത്ത ജനങ്ങള് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ മിഥ്യാഭവേത്, മിഥ്യയായി വരില്ലേ ഭഗവാനെ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. അതാണ് ആ ഭക്തിയുടെ ദൃഢത ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിന് ഇതൊക്കെ പ്രമാണം തന്നെയാണ്. അതുകൊണ്ട് ഭക്തി എനിക്ക് വർദ്ധിച്ചു വരണം. സകല ദുഃഖങ്ങളും തീർക്കുവാൻ സമർത്ഥമായിരിക്കുന്ന ഭക്തി എനിക്ക് വർദ്ധിച്ചു വരണം. ഈ വേദവചനവും ഭഗവാന്റെ വചനങ്ങളും അതേപോലെ വ്യാസഭഗവാന്റെ വാക്കും ഒന്നും വ്യർത്ഥമായി പോകില്ല. ഭഗവാന്റെ ഗുണഗണങ്ങൾ അടങ്ങിയ കഥകള് ശ്രവിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതൊരിക്കലും വ്യർത്ഥമായി പോകില്ല. അതുകൊണ്ട് എനിക്ക് ഭഗവാനിലുള്ള ഭക്തി വർദ്ധിപ്പിച്ചു തരേണമേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തില് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്തേ.